പരാശക്തി കണ്ടു. കുറേ കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള ഒരു നിർഗുണ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയിൽ യാതൊരു തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഒരു നാടകം കാണില്ലേ? ഒരു സ്റ്റേജ് പ്ലേ അതുപോലെയാണ്. ഇത് പറയുമ്പോൾ സിനിമയുടെ ജോണർ ഡ്രാമയാണെന്ന് പറഞ്ഞ് പടത്തിനകത്ത് ഡ്രാമ എടുത്ത് വെച്ച് എങ്ങനെയുണ്ടാവും? ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള യാതൊന്നുമില്ല. സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റും സിനിമയിലില്ല. എല്ലാം ശരിക്കും ഒരു നാടകത്തിന് സെറ്റിട്ട് വെച്ച പോലെയും ഒരു നാടകത്തിന് ആൾക്കാർ അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശിവകാർത്തികേയൻ്റെ ആക്ടിങ് മാത്രമാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർ വെച്ചിട്ട് എനിക്ക് കുറച്ചെങ്കിലും ഭേദം തോന്നി. ഇത് ബാക്കി ഈ വില്ലനായിട്ട് വന്നിട്ടുള്ള ജയൻ രവിയൊക്കെ ഉണ്ടല്ലോ, മൂപ്പരെ സ്പോട്ടിൽ കണ്ടാ ചിരി വരും. ആളുടെ ഓരോ ഷോട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള മുഖത്തിനകത്താണ്. അങ്ങനത്തെ കുറേ മൂപ്പരെ മുഖം കണ്ടാൽ തന്നെ ചിരി വരുന്ന രീതിയിലുള്ള ഒരു കോമഡി പീസാക്കി വെച്ചിട്ടുള്ള ഒരു വില്ലൻ. പക്ഷേ മൂപ്പര് ചെയ്യുന്നത് കുറേ റൂത്ത്‌ലെസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. പിന്നെ ശ്രീലീലയുടെ വെറുപ്പിക്കലും അഥർവ ഇവരൊക്കെ സൂര്യയും ദുൽഖറൊക്കെ ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് അത് അറിഞ്ഞപ്പോഴാണ് ഒരു റിലീഫ്. മീൻസ് ഇത് ഇത് ഇതായിരുന്നല്ലോ അവസ്ഥ. പിന്നെ ഒരു വിജയ് പടത്തിനൊക്കെ ക്ലാഷ് വെക്കേണ്ട ഒരു സാധനമേ അല്ല അത്. അത് അത് എൻ്റയർലി വേറൊരു സ്റ്റോറി. എന്ത് ഇതിലാണ് അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു പടത്തിനൊക്കെ കൊണ്ടുപോയിട്ട് മറ്റത് റീമേക്കാണ് അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഒരു പൊങ്കൽ റിലീസ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ പടമായിട്ട് ക്ലാഷ് റിലീസ് വെക്കേണ്ട ഒരു സാധനമേ അല്ല അത്. ഇതൊക്കെ ഒരു OTT വന്നാലടക്കം നമ്മൾ അടിച്ചുവിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു പടം. പടത്തിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് മേക്കിംഗ് തന്നെയാണ്. ഡിറക്ഷൻ തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം. സുധാകങ്കർ സൂര്യ റിപ്പോർട്ടർ പോലെ ഒരു പടം എടുത്തിട്ട് ഇതിൽ അങ്ങനത്തെ ആ ഡയറക്ടറെ അല്ലാതെ എടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സാധനങ്ങളും ഇല്ല. ഒരു പീരീഡ് സാധനമാണ്. പീരീഡ് സാധനം ഞാനീ പറഞ്ഞ പോലെ പീരീഡാണ്, ഇതിന് ഡ്രാമയാണ് ജോണർ എന്ന് പറഞ്ഞ് സിനിമയ്ക്കകത്ത് ഡ്രാമ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. സിനിമ നാടകമാക്കിയിട്ടൊരു കാര്യമില്ല. സിനിമയായിട്ട് തന്നെ എടുക്കണം. ഇതിലങ്ങനെ ഇത്ര യാതൊരൊന്നുമില്ല. ഇപ്പോൾ ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതിപ്പോൾ ആക്ടേഴ്സ് അഭിനയിച്ച് വെച്ചിരിക്കുന്നതായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ സാധനങ്ങളായിക്കോട്ടെ, കണ്ടിന്യൂറ്റി എറേഴ്സും അങ്ങനത്തെ കുറേ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ശിവകാർത്തികേയൻ്റെ നഖം ഈ സിനിമയിൽ പറിച്ചെടുക്കുന്നുണ്ട്. എല്ലാ നഖവും ഒരു ക്യാരക്ടർ ഒരു പോയിന്റ് എത്തുമ്പോൾ പറിച്ചെടുക്കും. തൊട്ടടുത്ത ഷോട്ടിൽ കയ്യിലെല്ലാ നഖവും ഉണ്ട്. ഇത് ഭയങ്കര വിസിബിളായിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു 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 എലമെൻ്റാണ്. ഇതൊന്നും വലിയ ഹിഡൻ ഡീറ്റെയിൽ ഒന്നും അല്ല. ഇങ്ങനത്തെ ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സീക്വൻസുകളും റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ട്രൂ ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കാണിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തീർക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ. എപ്പോഴാണ് ഹുക്കായെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവൽ പോർഷൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈം മാത്രമാണ് എനിക്ക് സിനിമ കുറച്ചെങ്കിലും ഒരു എൻഗേജിങ് ആയിട്ട് തോന്നി തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഇൻ്റർവൽ കഴിഞ്ഞിട്ട് പിന്നെയും പഴയ ഗതി എന്ന് പറഞ്ഞ പോലെ തന്നെ സിനിമ പിന്നെയും പഴയ ട്രാക്കിലേക്ക് പോയി. ഇങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ കുറേ ക്യാരക്ടേഴ്സ് മരിക്കുന്നുണ്ട്, അവരായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. സിനിമ ചർച്ച ചെയ്ത് പോകും, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു അൺഹേർഡ് ഹിസ്റ്ററിയൊക്കെയാണ്. ഇതിൻ്റെ സ്റ്റോറി ഒക്കെ കുഴപ്പമില്ല, അധികം കേൾക്കാത്തതായതുകൊണ്ട് ഇതിൻ്റെ കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര ക്ലീഷേഡായിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ഇല്ലാതെ ഒരു ഹൈസ് ആൻഡ് ലോസ് ഒന്നും ഇല്ലാതൊക്കെയാണ് പോകുന്നത്. അതുപോലെ ഇപ്പോൾ റാണ ദഗബട്ടയുടെയും നമ്മുടെ ബേസിലൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ക്യാമിയോ എന്ന് പറഞ്ഞ് കേരളത്തിലെ പടം ഓടാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ പറയുമല്ലോ, ഈ പടത്തിൽ ബേസിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് 5 സെക്കൻഡ് ഉള്ളത്. ലിറ്ററലി 5 സെക്കൻഡ്. ഞാൻ വെറുതെ സെക്കൻഡ് എണ്ണി നോക്കി മൂപ്പരെ കണ്ടപ്പോൾ. എൻ്റെ ഓർമ്മയിൽ 5 സെക്കൻഡേ ഉള്ളൂ. ഒരു ഡയലോഗും 5 സെക്കൻഡ്. അതാണ് ഒരു ക്യാമിയോ. പിന്നെ റാണ ദഗബട്ട് വന്നു പോകുന്നുണ്ട്. ആര് എപ്പോൾ വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് ഒരു പിടുത്തവുമില്ല. ഇങ്ങനെ ആരൊക്കെയോ വന്ന് പോകുന്നുണ്ട്, എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. ഒരു മറ്റേ പൊളിറ്റിക്കൽ എന്നല്ല, ഒരു ഒരു ഫ്രീഡം ഫൈറ്റ് എന്നുള്ളൊരു സാധനമൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരണം. ഇപ്പോൾ ഭാഷയെ പറ്റിയിട്ടുള്ളതാണ്, തമിഴ് ഭാഷയെ പറ്റിയിട്ടാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ട് തമിഴന്മാർക്കൊന്നും പുളകം കൊള്ളുന്നു. കാരണം ആ രീതിയിലല്ല ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിലാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നതെങ്കിലും അത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു അമേച്ചർ ആയിട്ടുള്ള ഡയറക്ടർ പോലും ഇതിലും നന്നായിട്ട് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ബഡ്ജറ്റും കിട്ടിയിട്ട്, ഇത്രയും സെറ്റപ്പും കിട്ടിയിട്ടും, ഇത്രയും വലിയ കാസ്റ്റുകളൊക്കെ കിട്ടിയിട്ട് തന്നെ ലിറ്ററലി എല്ലാം വേസ്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഈ സിനിമ ഭയങ്കര ഡ്രാഗിങ്ങുമാണ്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ 2.75 മണിക്കൂറുണ്ട്. അങ്ങനെ പോവാണ് ഒരു പോക്ക്. ഇങ്ങനെ ഒരു ഒഴുക്കുമില്ല. എനിക്ക് തീരെ പറ്റിയില്ല ഈ പടം. സ്റ്റാർട്ടിങ് മുതലേ ഫസ്റ്റ് ഒരു ഇൻട്രോ സീൻ ഉണ്ടായിരുന്നു. ശിവകാർത്തികേയൻ്റെ ഒരു ഇൻട്രോ സീൻ, ഒരു ട്രെയിനിൽ നടക്കുന്ന ഒരു സീക്വൻസാണ്. അത് കണ്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം പിന്നെ അങ്ങോട്ട്
പടം കഴിഞ്ഞപ്പോൾ ആ ഓക്കെ, ഓക്കെ ഒക്കെ വേറെ വഴിക്ക് പോയി. മേക്കിങ്ങും ശരിയല്ല. ഒരു ഒരു അസ്ഥാനത്തുള്ള കുറേ ബിജിഎം, ജിവിഎഫൊക്കെ കുറേ സാധനങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റർ വേറെ എവരൊക്കെ കൊണ്ടിട്ടിട്ടുള്ളത്. ഒരു ഒരു ബന്ധമില്ലാത്ത ഒരു ഒരു അഥർവ്വയും ശിവകാർത്തികേയനും ചേട്ടനും അനിയനാണ്. ഇവർ തമ്മിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പല്ല, എന്താ പറയുക, ഒരു ഒരു സീക്വൻസ് ഉണ്ട്. ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു സീക്വൻസിലൊക്കെ എന്തോ മാസ് മസാല ബിജിഎം ഒക്കെ ഇട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മാസായിട്ട് കാണിക്കേണ്ട സീക്വൻസുകളിൽ കുറച്ച് വേറെന്തോ ട്രാക്ക് കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ എഡിറ്ററും കുളവാക്കി, ഡയറക്ഷനും കുളവാക്കി, ആർട്ട് ചെയ്തവർ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 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 ഭയങ്കര വെറുതെ എന്തിനാ സമയം കളഞ്ഞു എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് പേഴ്സണലി കിട്ടിയത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ സിനിമ ഒരു വട്ടം പോലും കാണാൻ കൊള്ളില്ല എന്നൊന്നുമല്ല, എനിക്ക് പറ്റിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. കാരണം ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇതൊരു ആദ്യമായിട്ടൊരു ഡയറക്ടർ ഒരു അറ്റംപ്റ്റ് നടത്തുന്നൊരു പരിപാടിയൊന്നുമല്ല. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ കൂടി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഒരു ഡ്രാമ, ഒരു സ്റ്റേജ് പ്ലേ, ഒരു നാടകം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി സിനിമ ഫീൽ ചെയ്ത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.